സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാളികൾക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയായിരുന്നു ഭാവന. നിഷ്കളങ്കമായ ചിരി കൊണ്ട് അവർ ആരാധകരുടെ മനസ്സിൽ ഇടം നേടി. കന്നഡ സിനിമ പ്രൊഡ്യൂസർ നവീനുമായി ഭാവനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. 5 വർഷമായുള്ള പരിചയമാണ് ഇരുവരും തമ്മിൽ. തന്റെ പ്രണയം തുടങ്ങിയതിനെ കുറിച്ച് ഭാവന ഒരു പ്രമുഖ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഭാവന അഭിനയിച്ച റോമിയോ എന്ന കന്നഡ സിനിമയുടെ പ്രൊഡ്യൂസറായിരുന്നു നവീൻ. റോമിയോയുടെ കഥ പറയാൻ നവീനും സംവിധായകനും കൊച്ചിയിൽ വന്നപ്പോഴാണ് ആദ്യമായി കാണുന്നത്. അന്നേ അദ്ദേഹത്തിൽ കണ്ട ഗുണം സിനിമയുമായി ബന്ധപ്പെട്ടല്ലാതെ ഒരു വാക്കോ മെസ്സേജോ പോലും അയക്കാറില്ല എന്നതാണ് എന്നും ഭാവന പറയുന്നു. റോമിയോയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഒരു ദിവസം വൈകുന്നേരം നവീൻ റൂമിൽ വന്നു. അമ്മ റൂമിലുണ്ട്. അവർ തമ്മിൽ അരമണിക്കൂറോളം സംസാരിച്ചു. നവീനും മലയാളം ഒഴികെ മറ്റെല്ലാ തെന്നിന്ത്യൻ ഭാഷകളും സംസാരിക്കാൻ അറിയാം. അമ്മയ്ക്കാണെങ്കിൽ മലയാളം മാത്രമേ അറിയൂ. എന്നിട്ടും അവർ തമ്മിൽ എങ്ങനെ അരമണിക്കൂർ സംസാരിച്ചു എന്ന് അറിഞ്ഞുകൂടാ എന്നും ഭാവന പറയുന്നു. നവീൻ പോയപ്പോൾ അമ്മ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇതുപോലുള്ള പയ്യന്മാരാണ് മക്കളെ കല്യാണം കഴിക്കാൻ വരേണ്ടത്. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞു എങ്കിൽ താൻ കാര്യമാക്കി എടുത്തിരുന്നില്ലെന്നും ഭാവന പറയുന്നു. പിന്നെയും കുറെ കാലം സുഹൃത്തുക്കളായി തുടർന്നു എന്നും വിളിക്കുമ്പോഴൊക്കെ സംസാരിച്ചു എന്നത് സിനിമയെക്കുറിച്ചായിരുന്നു എന്നും ഭാവന പറയുന്നു. തിരക്കുള്ള ആളാണെങ്കിലും നല്ല സുരക്ഷിതത്വം ബോധം തരാൻ നവീന് കഴിഞ്ഞു. പിന്നീട് എപ്പോഴോ മനസ്സിലായി സൗഹൃദം പ്രണയത്തിലേക്ക് അടുക്കുകയായിരുന്നു എന്നും. രണ്ടുപേരും പരസ്പരം വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ പരസ്പരം പറയാൻ ഒരു മടി. ഒരു കന്നഡ സിനിമയുടെ ഷൂട്ടിങ്ങിന് രാജസ്ഥാനിലായിരുന്ന സമയത്താണ് ഇഷ്ടം തുറന്നു പറഞ്ഞത്. നവീനാണ് കക്ഷിയെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. മലയാളി അല്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛന് താല്പര്യം തോന്നിയില്ല. പിന്നീട് നവീനോട് സംസാരിച്ചപ്പോൾ നമുക്ക് ഇത് മതി എന്ന് അച്ഛൻ പറഞ്ഞു എന്നും ഭാവന പറയുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.